തിരിച്ചു കൊണ്ടുപോകണം. വനമേറി പെട്ടത്തറയോ ഈ പെട്ടത്തറയോ 350 വെള്ളം എടുക്കുന്നതാണ്. അത് പുള്ളിക്കാരൻ ഡ്രൈവറോടെ ഒന്ന് വീഴുന്നുണ്ട്. പട്ടി കണ്ണിക്ക് ആവശ്യം ഞങ്ങളൊന്ന് പരിപാടി വാങ്ങി. സെറ്റിട്ടിരിക്കുന്നുണ്ടല്ലേ മേടിൽ കൂടി ചാടി വന്നു. അതിന് ചെമ്പല്ലിയുടെ കഴിച്ചുണ്ട്. ചാടിക്ക് മേടിൽ കൂടി വരുന്നുണ്ട്. ഫ്രണ്ടിൽ കിടക്കുന്ന പായലേ പതുക്കെ തടുത്ത് അതിൻ്റെ ഫ്രണ്ടോട്ട് കയറ്റി വിട്ടു. വലക്കകത്ത് ചേറ്റാടി പതുക്കെ പോക്ക്. ഇവിടുന്ന് വിട്ടു പോകില്ലേ. ചേറ്റാടി പോക്കടാ. ഈ കല്ലിനകത്ത് 1 കിൻഡലിന് മേളിൽ ചെമ്പല്ലിയുണ്ട്. ഞാനെൻ്റെ ആയുഷ് മാത്രം തപ്പിയിട്ട് കിട്ടിയത് കേട്ടോ. ഒരു കിലോ ചെമ്പല്ലി തപ്പിയിട്ട് കിട്ടി. പക്ഷേ 1 കിൻഡലിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലതിന് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഞെരുക്കി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ വരത്തില്ല. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൈ കയറ്റും, പിടിച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ആയിപ്പോയി കഴിയാൻ നേരത്ത് തിരിച്ചിറങ്ങി വരത്തുമില്ല. അത് തന്നെ ഇടിച്ചിടിച്ച് ചാകത്ത് കളിക്കണ്ട്. ഇത്ര ഒരു 15-20 അടി കല്ല് അതിനകത്ത്, അത്രയും നീളത്തിലെ കല്ലിനകത്ത് സാധനം കയറി തിങ്ങി നിൽക്കുക. പിന്നെ ഒരാളേക്കകത്ത് കൈയിട്ടപ്പോൾ ഒരു വരാലിനെ തട്ടി. അതൊന്നും ഇറങ്ങത്തില്ല. എല്ലാം നേരെ അകത്തോട്ട് കയറി കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇവിടുന്ന് കുത്തിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു വല വലിക്കാൻ പോകും. കിട്ടുന്ന എന്തെങ്കിലും എന്തായാലും ഞങ്ങൾ 3-4 വരാലിനെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ വലിക്കുന്നത്. വരാല് കാണും. പിന്നെ അവിടുന്ന് ഞങ്ങൾ വല വലിച്ച സമയത്ത് 150 ചെമ്പല്ലി ഇതിനകത്ത് കയറുന്നുണ്ട്. ചെമ്പല്ലി നല്ല സൈസ് ചെമ്പല്ലിയാണ്. പിന്നെ ഈ സ്ഥലമൊന്നും ചോദിക്കരുത്, ഇത് കായലിൻ്റെ നേറ്റം. ഇവിടുന്ന് ഞങ്ങൾക്ക് കോട്ടയം ടൗണ് ഇവിടുത്തെ ഫ്ലാറ്റുകൾ കാണാം. ഞങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് ഒരു പള്ളി കാണാം. പള്ളി ഏതാണ്ടൊക്കെ കാണാം ഞങ്ങൾക്ക് ഇവിടുന്ന്. അപ്പോൾ ക്യാമറ കൂടി അത്രയും ലോങ് കിട്ടത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് കാണാം. ഇത് തൊട്ട് എന്തായാലും അടുത്താണെന്ന് മനസ്സിലായി. ഇത്രയും ദൂരം വള്ളം ഓടി ഞങ്ങളിവിടെ മീൻ പിടിക്കാൻ വന്നു. അതായത് ഞങ്ങളിനി അവിടുന്ന് തപ്പി നോക്കട്ടെ. അവിടെ നോക്കിയപ്പോൾ ഇതുകൂടി ഒരു കണ്ണൻ ചാടിപ്പോയി. ചെറുതായിരുന്നു. അവിടെ എന്ത് ചാടിപ്പോയി? വലുതായിരുന്നു. അന്നേരം പിന്നെ ഇവിടുന്ന് പോയത് ചെറുതായിരുന്നു. ഞാൻ അത് നോക്കാൻ വന്നു. അതിപ്പോൾ ചാടിപ്പോയതാണ്. അപ്പം നേരത്തെ ചാടിയാണ്. കുരുന്നിന് വല വേണ്ടേ? മതിയാ? ഇനി എന്നോട് വല വയ്ക്കില്ലേ? ആരത്തില്ലേ? അറിയില്ലേ? അതാ ഞാൻ ചോദിച്ചത്. ഒരു തപ്പണോ? വലിക്കണോ? വലിക്കാൻ മതി.
ആ ഒറ്റ വലി വഴിക്ക് പതുക്കെ മയം വലിച്ച് കയറി. അല്ല ഒരാൾ മയം വലി വലിക്കണം. മയം ഓടാ അവിടെ കണ്ടില്ലേ ചെറുതറണ അടി വലയുടെ മേളിൽ നിന്ന് അടി പോയിട്ടില്ല. അവൻ അതിൻ്റെ മേളിൽ തന്നെ നിൽപ്പുണ്ട്. ഡാടാ നിനക്ക് സൈഡ് വല എത്തുന്നുണ്ടോ? എനിക്ക് മറ്റേ വരാൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ സൈഡ് എത്തുന്നില്ല, ഞാൻ വല തരാം. വേണ്ടെന്ന് പറഞ്ഞാൽ ദേ വലിച്ചോണ്ട് പറ്റിയ ഒരാഴ്ച ആ കമ്പെ തൂക്കി വെച്ചു. എടാ പുറന്നിട്ട് കൂടെ കാലിൻ്റെ ഇടയിൽ കൂടി. പക്ഷേ പറ്റിയല്ല, കമ്പെ തൂക്കി വെച്ചോണേ. പതുക്കെ കളിക്കാൻ ഒറ്റയടിക്ക് പോകണ്ട, വരാലി അടിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് 2 ചെറുത് മിസ്സായല്ലോ ദൈവം. ഇവിടെ വരയ്ക്കില്ല. അവിടെ എന്തോ പൂണ്ടായിരുന്നു, നോക്കട്ടെ. ആമ്പല്ല ഇവിടെ ആയിരുന്നെന്ന് തോന്നുന്നു. കളിക്കാത്താണ് പുറത്തിയാടിയാണ്. പതുക്കെ നിരക്കി കയറ്റിയാൽ മതി, പതുക്കെ കയറ്റിയാൽ മതി. ഇതിനേലും കൂടുതൽ വരാതെ ചാടിപ്പോയി കണ്ടിട്ടില്ലേ? പുരുന്നൻ്റെ ആ സൈഡേ ഉള്ളൊരു വിഷയം. നീയേ പൊക്കെ അതിനെ മേളിൽ കൊണ്ടിടാവോ, എന്നിട്ട് അടിവല വലിക്കേ. ആ അങ്ങനെ നടക്കട്ടെ. കല്ലുണ്ടോ ഇവിടെ? കല്ല് എന്നാടാ? വരാലും നിപ്പുണ്ടല്ലോ. അതെ തപ്പിക്കറി വലിക്കുള്ളൂ, കല്ലും തടിയെല്ലാം ഉണ്ട്. വരാലും നിപ്പുണ്ട്. തടി നിൽക്കുന്നുണ്ടോ? പോയില്ല. തടിയെ കൊണ്ട് ചൊളിച്ച് വെച്ചേ. പിന്നെ ചെമ്പില് നോക്കണ്ട, വരാല് പോവാതിരിക്കട്ടെ. പക്ഷേ എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്കിവിടെ തുറന്നു പോകുന്നു കേട്ടോ. ഓ അതിപ്പോഴാണ് അടിപ്പ്. പറ്റയ്ക്ക് ഈ വല പറ്റയ്ക്കാണോ കുത്തിയിരിക്കുന്നത്? ഇതിൻ്റെ ഇതിനകത്ത് കിടക്കുന്ന വരാലും മയം.
ഞാനിവിടെ വന്നാൽ ശരിയാവും. ഇത്ര ഇളക്കി നോക്കിയിട്ട് ഇവിടെ തട്ടുന്നുണ്ടോ വരാല്? വരാല് തട്ടും, ചെമ്പല്ലി നോക്കണ്ട. വരാല് തട്ടുന്നു പറഞ്ഞത് നിനക്ക് കൂട്ടിപ്പൊക്കി എടുക്കേണ്ടി വരും. അത് രണ്ടും അടുത്തിരിക്കുമല്ലോ. അതിനാണോ വാള? വാള മാറ്റുവാള സൈസ്. ബോണസ് കിട്ടി. ചാടി വെള്ളത്തിൽ പോവോ? ഓരോരുത്തരവിടെ കിടപ്പുണ്ട്. ഇത്രയും വല ഇളക്കി പോ. നീ അങ്ങോട്ട് ഇത്രയും വല ഇളക്കി പോ. ഇത്രയും വല അങ്ങോട്ട് ഇളക്കി പോ. ഈ വല ചോപ്പ് ഇങ്ങോട്ട് കൊണ്ട് തരണം. അവിടുന്ന് വലിയ ചെയ്യില്ല, കുറ്റിയെ കൊണ്ട് പൊറാന്ന് പറഞ്ഞ് കീറിപ്പോവുകയും ചെയ്യും. കൂട്ടി പിടിക്കണം, ഒരുമിച്ച് പിടിക്കണം. ഇങ്ങോട്ട് വാടാ. ഈ വല അവിടെ നിന്ന് ഇളക്കിയിട്ട് ഇങ്ങോട്ട് പോവാ. തുറന്ന് കിടക്കുവാണെന്നൊന്നുമില്ല അങ്ങേറ്റമൊക്കെ. ഇങ്ങോട്ട് പോവാ. ശരി, ഇങ്ങോട്ട് പോവാ. വലിക്കില്ല, അവിടെ നിന്ന് വലിഞ്ഞു പോകും. ആ പോക്ക് ആ പോക്ക് ആ പോക്ക്. ഇങ്ങോട്ട് വാടാ. വലക്കാതെ അവ പുറവ് വലിയില്ലെന്ന്. എടാ അത് ഈ കുറ്റിയെ കൊണ്ട് ഉടക്കടാ. ഇത് ഞാൻ വിടത്തില്ല, ഇവിടുന്ന് ചത്താലും ഞാൻ വിടത്തില്ല. ആ വല ഇങ്ങോട്ടോ. ഈ മൊത്തം ചോറിൻ്റെ ചെടി വെക്കടാ, മേളി ചെടി വെക്കടാ. വല മേളി ചെടി വെക്കടാ. ഇവിടുന്ന് തരത്തില്ല. ഈ വല നോക്കി, ഈ വല എടുത്ത് അവിടെ ചെടി വെക്ക്. എടാ ഇതിൻ്റെ അടിവല ഇല്ല, പൊക്കിയിട്ടിരിക്കുമോ? എങ്ങനെ കിടക്കും? ഈ എന്താ അമ്മോ, ജസ്റ്റ് മിസ്സായിരുന്നു. തുറന്ന് നടക്കുമായിരുന്നു. കൂട്ടിപ്പിടി, ഇത് കൂട്ടിപ്പിടി. ഇങ്ങനെ പിടി. പച്ചവലം ടൈറ്റ് ചെയ്തേ. ആ പൊക്ക്. ഇവിടെ പച്ചവല തന്നെ എടുക്കണം. അത് വേണം ഇങ്ങോട്ട് മടക്കാൻ പറ്റുമോ? അത് അങ്ങനെ ഇട്ടല്ലേ. നീ വേണം ഇങ്ങോട്ട് പതുക്കെ സൈഡിൽ കൊണ്ടുപോവാ. എടാ നീ ഇത് പിടിക്കടാ, പച്ച പിടി. എടാ കുരുന്നാ, നീ ആ വലപ്പാടൊക്കെ ഇങ്ങോട്ട് കൊണ്ട് ഒതുക്കി നിർത്ത്. എന്നാ നിൽക്കും, ഒരു മിനിറ്റ്. എന്താ അറിയാ, ഇവനെ താറ്റി ഒതുക്കി നിർത്തും. നീ അങ്ങനെ പിടിച്ചോ. ഞങ്ങൾ കണ്ടിട്ടായിരുന്നു. ഇത് ഇവിടുന്നാ ചാടിയത്. ഊട്ടൊന്നുമില്ല, കാണുന്നില്ല. മൂലയുണ്ടത്, മൂല പിടിച്ചോ. വാളച്ചാത്തി വേറെ ഉണ്ട്. വലിച്ചു
കാണുവാൻ ഇങ്ങനെ കിടക്കട്ടല്ലേ ഇത്? വരകിട അകത്താണ് പുറത്താണ് പുറത്ത്. ഒരെണ്ണം കരക്കിട്ടുണ്ട് ഓർത്താണ്. ഇതാക്കി ഇത് സഞ്ചിയുടെ അവിടെ എല്ലായിടും കറക്റ്റ് പറ്റി. എന്താ കടിച്ച് കാറ്റിയെടുത്താ ഇത്. തിരിച്ചു കൊണ്ടുപോകണം. വല നേരെ പൊക്കത്തോട് കയറ്റിയാലോടാ. ചി അത്രയും മീനല്ല, ബാക്കി ചവറ മതി പോരെ. നേരെ വല നേരെ ഇട്. ചെമ്പല്ലി മറ്റേ വട്ടക്കൊല്ലിക്കകത്തിട്ടാ മതി. എന്തായിരുന്നു ഇങ്ങോട്ട് വരാൻ ഞാൻ? അതെ, അവിടെ നിന്ന് പോകാനായിരുന്നു. വല ആദ്യം ടൈറ്റ് ചെയ്തെടുക്കടാ. വല ലൂസായി കിടക്കുന്നുണ്ടോ? എടാ വല ലൂസായി കിടക്കുന്നുണ്ട്. എവിടം വരെ പോകുന്നുണ്ടെന്ന് പറയും. ഇല്ലേ, വല നേരെ ഇടും. ആ ചെമ്പല്ലിയാണ് അങ്ങോട്ട് പോയത്. ഒരു വരാൽ കൂടി കിടപ്പുണ്ടല്ലോ അവിടെ. ഞാൻ കളഞ്ഞത് എന്തെങ്കിലും പൊട്ടിയത് നാടൻ മസാല. അപ്പുറം എങ്ങനെ കൂരിയൊക്കെ പിടിച്ചിട്ടല്ലേ മറ്റേ ആ എൻ്റെ കളത്തിൽ കിടക്കുന്ന ഊപ്പ കൂരിയൊക്കെ കളഞ്ഞു കേട്ടാ. ഒരു പറഞ്ഞ് ഇവിടുത്തെ എനിക്ക് വേണം. അവിടുത്തെ ഇതാ വരാൻ്റെ കൂടി എടുത്തു. മുളക് അരച്ച് വെക്കും. അവിടെ കറി സെറ്റപ്പ്. എടാ ഇത് മാറ്റിക്കോ വരാൽ. അവിടെ കൂരി കിടപ്പുണ്ട്, 2 കൂരി അപ്പുറം ഇപ്പുറം കിടപ്പുണ്ട്. ആ അതിനകത്ത് ആൾക്കാരും കിടക്കട്ടെ. ഇവിടെ വട്ടവല എടുത്തു. കൂരി എല്ലാവരും ഇങ്ങോട്ട് വരാണ്. അവൻ്റെ കൂടെ
നമ്മുടെ ഇത്ര നേരത്തെ കഷ്ടപ്പാടിത് ഒരു വല കയറിയപ്പോൾ ഇതുണ്ട് ചെമ്പല്ലി കണ്ടോ, ഇത്രയും ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചെമ്പല്ലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 5 കിലോയ്ക്ക് മേളില്ലേ, 5 കിലോയ്ക്ക് മേളുണ്ട്. ഇത് കണ്ടോ വരാല്, വരാലുണ്ട്. ഒരു വാളച്ചാത്തി ഞാൻ തപ്പിയെടുത്തുകൊണ്ട് ഇനി നമ്മുടെ ഒരു വല കൂടി എടുക്കാനുണ്ട്. അതിനകത്തുകൊണ്ട് ഒരു വാളച്ചാത്തിയുണ്ട്, വരാലുണ്ട്, ചെമ്പല്ലിയുണ്ട്. അല്ലെങ്കിൽ ചെമ്പല്ലി അങ്ങനെ പുല്ലിക്കത്ത് കെട്ടി ഇട്ടേക്കാം. അപ്പോൾ ഉണ്ടായി പോകുന്നു. ഇത് ഈ കാലത്തിൽ തന്നെ ഇടേണ്ടി വരുമെന്ന് തോന്നുന്നു. വരാതെ അതാ അടിവല്ല ലൂസ്. കുറവല്ല, വരാലിന് വലിപ്പമില്ല. രണ്ടാമത്തെ കൊമ്പൻ ഒരേ സെയിമാണ് ജോഡിയായിരുന്നു. കല ഇങ്ങോട്ട് മാറ്റി വെക്കും. വരാലിന് ഭയങ്കര ചൂട്. അത് ഞാൻ ഇറങ്ങിയപ്പോഴേ പറഞ്ഞു കാര്യം ചെമ്പലും തപ്പാൻ പോകുന്നു. ചൂടത്ത് കിടന്നിട്ട് മയങ്ങി. ചവറ് വരെയാണ് കളഞ്ഞ മാർക്ക്. വലിക്കല് ചെമ്പല്ലിയുടെ ശരിയുള്ളൂ, അവർക്ക് വേദന എടുക്കും. നാടൻ വരാനല്ലോ ഞാൻ കൊല്ലി പിന്നെ ചെറുതല്ലേ. ഓടാ ജീവിക്കട്ടാ, കൊല്ലി കൊണ്ടി ഒരു വകയില്ലെന്ന് പറഞ്ഞ ആൾ കരയ്ക്ക് നോക്കി. മാർക്കറ്റിൽ കൊടുക്കാനൊന്നും നാളെ നിൽക്കൊന്നും വേണ്ട, നേരെ രാവിലെ ഇങ്ങ് പോരാ അല്ലേ. ഞാൻ പറഞ്ഞ് വീട്ടിൽ പോയി കൊണ്ടുപോയിരുന്നെങ്കിൽ വലിയ കുറ്റിക്കകത്ത് മറ്റേ അത് ഇരിപ്പുണ്ട്, അത് വരാലിന് ഇട്ട് നോക്കാം, ചെമ്പല്ലിനെ ഇട്ട് നോക്കാം. കത്ത് 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 വാലയൊന്ന് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഇതിനെ കൂട്ടാണ്ട്
കല്ലിനകത്ത് ചെമ്പല്ലിയുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. എന്തും വേണ്ടി അതെ, അതിനകത്തൊന്നും കൈയിട്ടില്ലല്ലോ. എന്താ കൊല്ലി എടുത്തട. വിത്ത് അയ്യോ, അത് കൈ പിടിച്ചു. എൻ്റെ അമ്മ. നമ്മുടെ രണ്ടാമത്തെ വലയെടുത്ത് ചെമ്പല്ലി ചെയ്ത് വരാലിത് ഈ കലത്തിലുമുണ്ട്. മറ്റേ നമ്മൾ മറ്റേ കലത്തിലും വെള്ളം ഒഴിച്ച് ന്യായമായ രീതിയിൽ കിട്ടി കേട്ടോ വരാല്. പരലൊക്കെ ഇരിക്കുന്നുണ്ട്. അവനെടുത്ത് ചെമ്പല്ലി മൊത്തം എടുത്തോളാം എന്ന് പറഞ്ഞോണ്ടോ നോക്കുന്നത്. അവിടെ വെച്ച് കണ്ടിട്ട് പറഞ്ഞേ വെള്ളത്തിൽ ഇറക്കി ഇടണം. എടാ നീ അങ്ങനെ ഇടണ്ട. ഇതുണ്ട് നമുക്കിത് ഇന്ന് ഇവിടുന്ന് കിട്ടിയ 2 ചെറിയ കൊമ്പന് ഉണ്ടോ. ഓക്കെ, ഇത് ഞാൻ പോട്ടെ. അപ്പം ഈ ഒരു മീൻപിടുത്തം കുഴപ്പമില്ലാത്തൊരു മീൻപിടുത്തമായിരുന്നു. കുഴപ്പമില്ലാത്തതല്ല, നല്ല കാര്യമായിട്ടുള്ള മീൻപിടുത്തം തന്നെ. നമ്മുടെ 2 കാലവും ലോഡ്. ഈ കലത്തിൽ വെള്ളം ഒഴിച്ചില്ല. ആ കലത്തിലും വരാലാണ്, ഈ കലത്തിലും വരാം. നാളെ എന്തായാലും നമ്മൾ പുറത്തിട്ട് ചിലപ്പോൾ അത് മയങ്ങി വെള്ളം നല്ല ചൂടായിരുന്നു. അന്നേരം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.